ഹലോ ഗൈസ്, ഇന്ന് പ്രോൺസ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അതിന് കഴുകി വെച്ച ചെമ്മീനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറുനാരങ്ങ നീരുമിട്ട് നന്നായി മിക്സ് ചെയ്ത് ഓവർനൈറ്റ് മാരിനേഷൻ ചെയ്യാൻ വെക്കാം. മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം. ഓക്കെ. ബിരിയാണിക്ക് ഞാനിപ്പോൾ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അത് 3 കപ്പ്. നന്നായി കഴുകി മാറ്റി വെക്കുക. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം എന്ന റേഷ്യോയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരു കഷ്ണം കറുവപ്പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക, പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. അതേസമയം മറ്റേ പാനിൽ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് 6 തല മാറ്റി വെക്കണം. ഓക്കെ. കുറച്ച് ഇൻഗ്രീഡിയൻസിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അരിയിടാം. കൂടെ 3 ചെമ്മീൻ തലയും. വെള്ളവും അരിയും സെയിം ലെവലായാൽ അടച്ചു വെച്ച് വേവിക്കാം. മാരിനേറ്റ് ചെയ്ത ബാക്കി അരപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കി വെക്കാം. പ്രോൺസ് ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. തിരിച്ചിടാം. അതേസമയം ചോറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചാകാം. ഓക്കെ. എന്നിട്ട് ചെറുതായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കാം. പ്രോൺസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി റെഡിയാക്കി വെച്ച അരപ്പിനെ ഗ്യാസ് ഓഫ് ചെയ്തുകൊണ്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. എന്നിട്ട് പ്രോൺസും മിക്സ് ചെയ്യാം. നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഹാഫ് സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ചൂടായ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ സവാള ഇടാം. പെട്ടെന്ന് വഴണ്ടു വരാൻ കൂടെ ഉപ്പും. സവാളയുടെ വഴറ്റലിലാണ് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുന്നത്. അതുകൊണ്ട് ഇത് ക്ഷമയോടെ നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റാം. ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യണ്ട. അതേസമയം ബാക്കി അരിയാനുള്ളതൊക്കെ അരിഞ്ഞും പേസ്റ്റാക്കിയും റെഡിയാക്കി വെക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അത് വഴണ്ടു വന്നാൽ തക്കാളി, പച്ചമുളക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിൽ കൂടുതലായി മസാല ഒന്നും ചേർക്കുന്നില്ല. ഓക്കെ. ഇത് വഴറ്റുന്നതിലാണ് ഈ ബിരിയാണിക്ക് ടേസ്റ്റ് വരുന്നത്. ഇതിനിടയിൽ പുതിനയില, മല്ലിയില ഇളം ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ക്ലീൻ ചെയ്തെടുക്കാം. പാത്രത്തിൽ നന്നായി വിട്ടുവരുന്ന പാകമായാൽ അതിനർത്ഥം മസാല നന്നായി വഴണ്ടിട്ടുണ്ടെന്നാണ്. ഇത് ബിഗിനേഴ്സിനുള്ള ഒരു ടിപ്പാണ്. ഇനി നേരത്തെ മാറ്റി വെച്ച ചെമ്മീൻ്റെ തല ഇട്ട് കൊടുക്കാം. കൂടെ ബാക്കിയുള്ള മസാലയിലേക്ക് അല്പം വെള്ളവും ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഗരം മസാല, പാകത്തിന് ഉപ്പ്, ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും ഇട്ട് മിക്സ് ചെയ്താൽ മസാല റെഡി. വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാൻ ദം പ്രോസസ്സ് ഇട്ടിട്ടില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. ദം ഇട്ട ചെമ്മീൻ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അതിനൊന്നിച്ച് കല്യാണ വീട്ടിൽ കിട്ടുന്ന സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തിരി ചോറിൻ്റെ കൂടെ കുറച്ച് സാലഡും ചെമ്മീനും മസാലയും ഇട്ട് കുഴച്ച് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് സൂപ്പറാണ്. ബൈ.